ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി ദൈവവചന ധ്യാനത്തിനായി എഫെസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. എഫെസ്യർ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. Now unto him that is able to do exceeding abundantly above all that we ask or think, according to the power that work in us. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ, ഇംഗ്ലീഷിൽ അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് വി ആസ്ക് ഓർ തിങ്ക്. നമ്മൾ നനച്ചതിലും നമ്മൾ ചോദിച്ചതിലും അത്യന്തപരമായി നമ്മിൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി, അല്ലെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ എക്സീഡിങ് അബൻഡന്റ്ലി, അസമർത്ഥമായ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതായ ദൈവത്തിന്റെ ശക്തി എന്ന് വായിക്കുന്നു. For our short meditation, we can turn our attention to Ephesians chapter 3 verse 20. Now to him by the power at work within us is able to accomplish abundantly far more than we can ask or imagine. ഇവിടെ നമുക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി. അപ്പോൾ നാമൊക്കെ ദൈവസന്നിധിയിൽ പല കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ചവരാണ്, ഒരുപാട് കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചിന്തിച്ചവരാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ചോദിച്ചതെല്ലാം നമുക്ക് ലഭിച്ചില്ല, നമ്മൾ നനച്ചതെല്ലാം നമുക്ക് സ്വായത്തമാക്കുവാനായി കഴിഞ്ഞില്ല. എന്നാൽ തിരുവെഴുത്ത് നമുക്ക് തരുന്നതായ അതിപ്രധാനമായ ഒരു വാഗ്ദത്തം എഫെസ്യർ 3:20 നമ്മൾ കാണുന്നത്, നാം ചോദിക്കുന്നതിലും നാം നനയ്ക്കുന്നതിലും, നാം ചോദിച്ചിട്ട് നടക്കാത്തത്, നാം നനച്ചിട്ട് നടക്കാത്തതൊക്കെ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ സാധ്യമാക്കുവാൻ കഴിയുന്നു. അല്ലെങ്കിൽ വെളിപ്പെടുന്ന ദൈവശക്തിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ ദൈവത്തിന് സൃഷ്ടിക്കുവാൻ കഴിയുന്നു. ചോദിച്ചതിലും ചിന്തിച്ചതിലും അത്യന്തപരമായി അത്ഭുതകരമായി നിങ്ങളെ ആ ദൈവശക്തിക്ക് നടത്തുവാൻ കഴിയുന്നു. You might have asked many things in your life. You might have thought about various things in your life, but those things were not acquired or realized in your life. But through the power of God which is operating in you, the Lord will make it into fruition. The Lord will fulfill those things through the power which operates in you. That's what we understand from this verse. ഇവിടെ അപ്പോസ്തലനായ പൗലോസ്ലീഹ എക്സീഡിംഗ്ലി ആൻഡ് അബൻഡന്റ്ലി എന്ന ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അബണ്ടൻസ് എന്ന് പറയുന്നത് ഒരു സമൃദ്ധിയാണ് അവിടെ കാണിക്കുന്നത്. വാസ്തവമായും തിരുവെഴുത്തുകൾക്കകത്ത് പൗലോസ് പരാമർശിച്ചിരിക്കുന്ന ആ സമൃദ്ധി എന്ന് പറയുന്നത് ആത്മീയമായ അഭിവൃദ്ധിയെ കുറിച്ചാണ്, സ്പിരിച്വൽ അബണ്ടൻസിനെ കുറിച്ചാണ്. പലപ്പോഴും നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ്. പക്ഷേ എപ്പോഴും തിരുവെഴുത്തുകൾക്കകത്ത് അപ്പോസ്തലനായ പൗലോസ്ലീഹ വളരെ ഭക്തനായ, വളരെ വിശുദ്ധനായ, അനുഗ്രഹീതനായ ഒരു ദൈവപുരുഷനാകയാൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ തന്റെ പ്രാധാന്യത തന്റെ ശുശ്രൂഷയിൽ കൊടുത്തത് നിത്യജീവനും ദൈവികമായ കാര്യങ്ങൾക്കും സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഗ്രോത്തിനും ആത്മീയ വളർച്ചയ്ക്കുമൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ചില മിനിറ്റുകൾ ഈ ഞായറാഴ്ച പകലിൽ ആ സ്പിരിച്വൽ അബണ്ടൻസിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് ആ സ്പിരിച്വൽ അബണ്ടൻസ് നമ്മളിൽ ഉണ്ടാകുന്നത്? ആത്മീകമായ അഭിവൃദ്ധി, ആത്മീകമായ സമൃദ്ധി നമ്മിൽ എങ്ങനെ വെളിപ്പെടുന്നു? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ദൈവവചനത്തിൽ നമുക്ക് കാണുന്നത് മോഷ്ടിക്കുവാനും അറക്കുവാനും മുടിക്കുവാനും കവർന്നെടുത്തു കൊണ്ടുപോകുവാനും വരുന്ന ഒരു കള്ളനെ കുറിച്ചാണ്. അത് മറ്റാരുമല്ല, നമുക്കറിയാം, പിശാചാണ്. അവനെ കള്ളനോടുകൂടെ ദൈവമായ കർത്താവ് ഉപമിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കറിയാം, കള്ളൻ എന്ന് പറയുന്നത്, കള്ളൻ മോഷ്ടിക്കാൻ വരുന്നത് ഒരിക്കലും നമ്മളെ അറിയിച്ചിട്ടല്ല, നമ്മളുടെ അറിവോടെയല്ല, നാം പോലും അറിയാതെ നമ്മിൽ നിന്നും കവർന്നു കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ, നമ്മുടെ അനുവാദങ്ങളില്ലാതെ നമ്മളിൽ നിന്നും പലതും മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ. ഒരുപക്ഷെ ഇന്ന്
ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിന്റെ ഐക്യത അവൻ കവർന്നുകൊണ്ട് പോയി കാണാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആ നല്ല ഭാവി അവൻ മോഷ്ടിച്ചു കാണാം. നിങ്ങൾ പോലും അറിയാതെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത കാലത്ത്, പ്രതീക്ഷകൾക്ക് വിപരീതമായി വെളിപ്പെട്ട പല പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടാകാം. എന്ത് തന്നെ ആകട്ടെ, ഇവിടെ യേശു കർത്താവ് പറയുകയാണ്, ശത്രുവായവൻ, കള്ളനായ പിശാച് അറത്ത് മുടിച്ച് മോഷ്ടിച്ചു കൊണ്ടുപോയ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട സകലതും നിങ്ങൾക്ക് സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ, എല്ലാം ഇരട്ടിയായിട്ട് മടങ്ങി വരുവാൻ അത്രയും ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു പറയുന്നു. അവിടെ ഒരു പദം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഐ ആം കം ദാറ്റ് ദേ മൈറ്റ് ഹാവ് ലൈഫ്. നിങ്ങളുടെ ജീവൻ, നിങ്ങളുടെ അകത്ത് ജീവൻ എന്ന് പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൈഫിനെ കുറിച്ചാണ്. എത്ര പേര് ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു ബ്ലസ്സഡ് ലൈഫ് എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ട്, ഒരു ബ്ലസ്സഡ് ഫ്യൂച്ചർ എക്സ്പെക്ട് ചെയ്യുന്നവരുണ്ട്? അങ്ങനെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ശത്രു അറുത്ത് മുടിച്ച് മോഷ്ടിച്ച് തകർത്തു കളഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഒരു സമൃദ്ധിയായ ജീവൻ, സമൃദ്ധമായ ജീവിതം, അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം. യേശു പറയുന്നു, അതിനായിട്ട് അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു വേഷത്തിൽ മനുഷ്യനായി ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ വന്നതിന്റെ പിറകിൽ ഒരുപാട് ആത്മീയ മെസ്സേജുകൾ, സന്ദേശങ്ങൾ, വെളിപ്പാടുകളുണ്ട്. എന്നാൽ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അഴിക്കുവാൻ, ശത്രു കെട്ടിയതിനെ അഴിച്ചു കളയുവാൻ, പിശാചി ബന്ധിച്ച ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയാൻ അത്രേ യേശു ഈ ഭൂമിയിൽ വന്നത് എന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ വെളിപ്പെടുത്തുമ്പോൾ, സാക്ഷാൽ യേശു ക്രിസ്തു തൻ്റെ വചനത്തിൽ പ്രത്യേകമായ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ഈ ഭൂമിയിലേക്ക് ഞാൻ വന്നത്, നിങ്ങളുടെ ആത്മാവിലേക്ക് ഞാൻ വന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വന്നത് നിങ്ങൾക്കൊരു ദാരിദ്ര്യം തരുവാനല്ല, ഒരു തകർച്ച ഉണ്ടാകുവാനല്ല, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ. ഉണ്ടാകുന്ന ജീവൻ, ഉണ്ടാകുന്ന ലൈഫ് അത് അബണ്ടന്റ്ലി, സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നു എന്നാണ് യേശു നമുക്ക് നൽകിയ വാഗ്ദത്തം. Apostle Paul means by abundance in this verse, we can understand it's the spiritual abundance which a person can have in Jesus Christ. If you read John chapter 10 verse 10, you understand the thief comes to steal and to kill and to destroy, and the Lord says, I have come so that they may have life which is in abundance. Many a times the things which are stolen from you, taken away from you, the things which are disrupted in your life, you may be thinking about that. But Jesus very clearly says that if Jesus is in your life, if you invite Jesus Christ into your life, the Lord will make a life in abundance. And how many of you want to have an abundant life that you will get in Jesus Christ? ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയും പിശാചിന്റെ പ്ലാനുമാണ്. 2 പ്ലാനുകൾ യോഹന്നാൻ 10:10 2 പ്രോജക്റ്റുകൾ നമുക്ക് കാണാം. എന്താണ് പിശാചിന്റെ പ്രോജക്റ്റ് എന്നും എന്തായിരുന്നു യേശുവിന്റെ പ്രോജക്റ്റ് എന്നും. 2 പ്രോജക്റ്റുകൾ, 2 പ്ലാനുകൾ ഈ ഒരൊറ്റ വാക്യത്തിൽ കാണാം. പിശാചിന്റെ പ്ലാന് മോഷ്ടിക്കുക, അറക്കുക, മുടിക്കുക, ദാരിദ്ര്യം കൊണ്ടുവരിക. എന്നാൽ യേശു പറയുന്നത്, ഞാൻ എൻ്റെ പ്ലാൻ, എൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്നെ അറിയുന്ന, എന്നിൽ വിശ്വസിക്കുന്ന എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ജീവൻ ഉണ്ടാകണം, ഉണ്ടാകുന്നതെല്ലാം അത് സമൃദ്ധമായിട്ടുണ്ടാകണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. You can see 2 projects in this verse of John 10 verse 10. The project of Satan, where he comes and disrupts and destroys everything which that is in your life, and there's another project which is run by Jesus Christ, in which he brings back what is disrupted and destroyed, and he gives a life in abundance, and you can enjoy a life in abundance. എങ്ങനെയാണ് ദൈവമക്കളെ ഈ ആത്മീകമായ സമൃദ്ധി അല്ലെങ്കിൽ ഭൗതികമായ സമൃദ്ധി നമ്മുടെ ജീവനിലേക്ക്, നമ്മുടെ ആത്മാവിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത്? പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായ ഒരു ഏറിയാണ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ആഹാരമുണ്ട് എന്ന് കരുതി ഒരിക്കലും നമ്മുടെ വയറ് നിറയണമെന്നില്ല. നമ്മുടെ വാഷ്റൂമിൽ ബാത്ത് സോപ്പ്, കുളിക്കുന്ന സോപ്പ് ഇരിപ്പുണ്ടെന്ന് കരുതി, അല്ലെങ്കിൽ ആ ബോഡി വാഷ് ഇരിപ്പുണ്ടെന്ന് കരുതി ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിലെ അഴുക്ക് പോകണം എന്നില്ല. അത് അപ്ലൈ ചെയ്യുമ്പോഴാണ്, അത് യൂസ് ചെയ്യുമ്പോഴാണ്
അത് പ്രയോജനകരമായി തീരുന്നത്. ആ വീട്ടിലുള്ള ആഹാരം നമ്മൾ എടുത്ത് കഴിക്കുമ്പോഴാണ് നമ്മളുടെ വിശപ്പ് മാറുന്നത്. ഇതുപോലെ തന്നെ ദൈവം വെച്ചിരിക്കുന്ന സമൃദ്ധി, ദൈവം വെച്ചിരിക്കുന്ന ബ്ലെസ്സിങ്സ്, ദൈവം വെച്ചിരിക്കുന്ന അബണ്ടൻസ് നമ്മിലേക്ക് കടന്നു വരുന്നതിന് ദൈവം വെച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ മാത്രമേ ഇത് നമ്മളിലേക്ക് വരത്തുള്ളൂ. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ദൈവത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്താണ്. ദൈവത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ദൈവം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ദൈവം സെയിൽ ചെയ്യുന്നത് തൻ്റെ പ്രസൻസിലാണ്, തൻ്റെ സാന്നിധ്യത്തിലാണ്. നമുക്ക് ഒരു ഷോപ്പിൽ ചെന്നാൽ, ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്നാൽ വിവിധ കമ്പനികളുടെ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ആ ഷോപ്പിംഗ് മാളിൽ പണം കൊടുത്ത്, കാശ് കൊടുത്ത് മേടിക്കാനായി കഴിയും. എന്നാൽ ചില പ്രത്യേക ബ്രാൻഡുകൾ, ചില ബ്രാൻഡ് ഷർട്ടുകൾ, ചില പ്രത്യേക ബ്രാൻഡ് ക്രീമുകൾ, അവരുടേതായ ഔട്ട്ലെറ്റുകളുണ്ട്. ആ ഔട്ട്ലെറ്റിൽ വേറെ ഒരു ബ്രാൻഡിന്റെ സാധനവും കാണത്തില്ല. അവരുടെ ഔട്ട്ലെറ്റിൽ അവരുടെ ആ ബ്രാൻഡിന്റെ സാധനം മാത്രമേ കാണത്തുള്ളൂ. വേറെ ഒരു ബ്രാൻഡിന്റെ സാധനം അവരോട് ചോദിക്കുന്നത് തന്നെ അവർ ദേഷ്യപ്പെടുന്നതിന് കാരണമായി തീരും. കാരണം അവരുടെ ഔട്ട്ലെറ്റിൽ അവരുടെ ബ്രാൻഡ് പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ. ദ സെയിം വേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത്, ദൈവത്തിൻ്റെ പ്രസൻസിനകത്താണ് ദൈവത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് സ്വീകരിക്കുവാൻ, വാങ്ങിക്കുവാൻ, ലഭ്യമാകുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പ്രോഡക്റ്റുകൾ എന്താണ്? സാൽവേഷൻ, രക്ഷ, സമാധാനം, സൗഖ്യം, വിടുതൽ, എറ്റേണൽ ലൈഫ്, നിത്യജീവൻ, നീതീകരണം, ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും, സൗഖ്യവും, വിടുതലും, രക്ഷയും, സമാധാനവും, സമൃദ്ധിയും, സന്തോഷവും, അഭിവൃദ്ധിയും, നല്ല കുടുംബജീവിതവും, ഈ ഭൂമിയിൽ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ അധികാരത്തോടെ വാഴ്ച നടത്തേണ്ടതിനുള്ള അഭിഷേകവും ദൈവശക്തിയും എല്ലാം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാത്രം നമുക്ക് ലഭ്യമായി തീരുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രോഡക്റ്റ്, ദൈവത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ശരിക്കും പറഞ്ഞാൽ ഈ അബണ്ടൻസ് എന്ന് പറയുന്നത്. അത് ആത്മീക അഭിവൃദ്ധിയാകാം, അത് ഭൗതിക അഭിവൃദ്ധിയാകാം. ഇത് രണ്ടും തമ്മിൽ വളരെ ഡിഫറൻസ് ഉണ്ട്. ഒരു കാര്യം മാത്രം കേട്ടിട്ട് ജഡ്ജ് ചെയ്ത് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ മെസ്സേജ് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കണം, പകുതി കേട്ടേച്ച് പോകരുത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെയാണ് ഹൗ ടു റിസീവ് ദാറ്റ് അബണ്ടൻസ് ഇൻ അവർ ലൈഫ്, എങ്ങനെ നമുക്ക് അത് സ്വീകരിക്കാൻ കഴിയും. റോമൻസ് ചാപ്റ്റർ 5 വേർഡ് 17, റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴുവാനിടയായി തീരും. When you read this verse, the question may come to your mind, how do I receive all these blessings? From the Bible, you can understand only in the presence of the Lord you can retrieve and receive every blessings which are there in the Bible. You have to receive in the presence of the Lord, whether it is salvation, whether it's love, whether it's joy, whether it's peace, all the things which are given at your disposal, you get from the presence of the Lord. നമ്മളിപ്പോൾ വായിച്ച ഈ ഒരു വാക്യത്തിനകത്ത്, റോമർ 5:17 രണ്ട് കാലഘട്ടങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ പരാമർശിച്ചിരിക്കുകയാണ്. ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണ ഒരു കാലഘട്ടം. ആരായിരുന്നു ഏകൻ? അത് ആദത്തെ കുറിച്ചാണ് പറയുന്നത്. ആദം എന്ന ആ മനുഷ്യന്റെ, ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ, അനുസരണം ഇല്ലായ്മയാൽ, സ്തോത്രം, മരണം മനുഷ്യനിൽ വാണു എങ്കിൽ, അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എങ്കിൽ, മറ്റൊരു കാലഘട്ടത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി സ്വായത്തമാക്കുവാൻ കഴിയുന്ന, സ്വീകരിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം. ദൈവകൃപയാൽ ഇന്ന് ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ തിരുവെഴുത്തുകളെ പ്രസ്താവിക്കുന്നത്. തിന്മകളുടെയും ലംഘനങ്ങളുടെയും അനീതികളുടെയും പാപമരണത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ നിന്ന് കൃപയുടെയും നീതിദാനത്തിൻ്റെയും ദൈവിക ദാനങ്ങളുടെ സമൃദ്ധി നമ്മളുടെ ആത്മാവിൽ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. ദൈവമക്കളെ, ഈ ഒരു സമൃദ്ധിയായ ജീവൻ നമ്മിൽ വെളിപ്പെടുത്തുവാൻ, അത് പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലെ വലിയ സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ പിതാവായ ദൈവം നമുക്ക് നൽകിയ വാഗ്ദത്തമായിരുന്നു.
ഈ ഏകനാകുന്ന ആദം കാണിച്ച അനുസരണക്കേട് കൊണ്ട്, വ്യവസ്ഥാ ലംഘനങ്ങൾ കൊണ്ട്, മാനവകുലത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട പാപങ്ങൾ കൊണ്ട് മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവത്തിന്റെ തേജസ്സും, മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവികമായ അനുഗ്രഹങ്ങളും, മനുഷ്യന് നഷ്ടപ്പെട്ട നിത്യജീവനും, മനുഷ്യന് നഷ്ടപ്പെട്ട നീതീകരണവും പ്രത്യാശയും സകലതും മടക്കി തരുവാൻ ദൈവം വെച്ച ഏറ്റവും വലിയൊരു പദ്ധതിയായിരുന്നു യോഹന്നാൻ 3:16 വായിക്കുന്നത് പോലെ, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. എന്തിനാണ് ആ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്? റോമർ 5:17 പറയുന്നു, കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ആ യേശു ക്രിസ്തുവിൽ നമ്മൾ വെളിപ്പെടുവാനും ആ ക്രിസ്തുവിന്റെ ജീവനിൽ വാഴുവാനും. അവിടെ വാഴുക എന്ന പദം ഞാൻ ഒത്തിരി വാക്യങ്ങൾ ഇന്ന് വായിക്കാനുണ്ട്, ശ്രദ്ധിക്കാനുണ്ട്. ഞാനൊരു ഇൻട്രൊഡക്ഷനിൽ നിൽക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞ മെസ്സേജ് മുഴുവൻ നിങ്ങൾ കേൾക്കാനായി ശ്രമിക്കണമെന്ന്. നിങ്ങളുടെ ജീവിതത്തിന് ഇത് വലിയ പ്രയോജനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വാഴുക എന്നൊരു പദം നിങ്ങൾ അവിടെ കാണുന്നുണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, ആദിമ മനുഷ്യനായ ആദത്തെയും ഹവ്വയെയും ഈ ഭൂമിയിൽ സർവശക്തനാകുന്ന ദൈവം ആക്കി വെച്ചത് ഈ ഭൂമിയിൽ വാഴ്ച നടത്തുവാനാണ്, ഈ ഭൂമിയെ നയിക്കുവാനാണ്, ഈ ഭൂമിയെ ലീഡ് ചെയ്യുവാനാണ്. ഒരു ലീഡർഷിപ്പ്, ഒരു ഗ്രേസ് അവരിലേക്ക് ദൈവം പകരുകയായിരുന്നു. സകലത്തെ വാഴുവാൻ ദൈവം അവരെ നിയോഗിക്കുകയായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ സംഭവിച്ചു, അവരുടെ ജീവിതത്തിൽ വലിയ അകൃത്യങ്ങൾ സംഭവിച്ചു. അവർ വ്യവസ്ഥാ ലംഘനം നടത്തിയപ്പോൾ ഇതാ മറ്റൊരു തലമുറയോട്, എന്നോട്, നിങ്ങളോട് പരിശുദ്ധാത്മ പറയുകയാണ്, യേശു ക്രിസ്തു എന്ന ഏകന്റെ അനുസരണ നിമിത്തം, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൽ വന്നത് നിമിത്തം, ആ കർത്താവിൽ വിശ്വസിക്കുന്നത് നിമിത്തം, ആമീൻ, നമ്മുടെ പിതാക്കന്മാർക്ക് നഷ്ടപ്പെട്ട, നമ്മുടെ ആദിമ മാതാപിതാക്കൾക്കൊക്കെ നഷ്ടപ്പെട്ട ആ വാഴ്ച ഈ കാലഘട്ടത്തിൽ ദേശങ്ങളിൽ, പട്ടണങ്ങളിൽ നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രന്റെ രക്തത്താൽ നിങ്ങളെ വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങി രാജകീയ പുരോഹിത വർഗമാക്കി. രാജകീയ പുരോഹിതൻ എന്ന് പറയുമ്പോൾ അവിടെ രാജാവ് എന്നൊരു പദമുണ്ട്. രാജാവാണ്, കിങ് ഈസ് ദ റൂളർ. രാജാവ് എന്ന് പറയുന്നത് നയിക്കുന്നവനാണ്, രാജാവ് അധികാരിയാണ്, രാജാവ് ഒരു ഭരണകർത്താവാണ്, സകലത്തെയും ഭരിക്കുന്നവനാണ്. ഈ ഭൂമിയിൽ സകലത്തെയും നയിക്കുവാൻ, ഭരിക്കുവാൻ, വാഴ്ച നടത്തുവാൻ, സമൃദ്ധിയായി ജീവിപ്പാൻ തന്റെ പുത്രനെ മനുഷ്യന് വേണ്ടി നൽകിയ, എനിക്ക് വേണ്ടി നൽകിയ, നിങ്ങൾക്ക് വേണ്ടി നൽകിയ ആ പിതാവിനെ കരങ്ങളൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു വെളിപ്പാട് അകത്ത് വ്യാപരിക്കണം. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ കൂപ്പുകുത്തി കിടക്കുവാനല്ല, ക്രിസ്തു എന്ന ഏക പുരുഷനാൽ അവന്റെ അനുസരണത്താൽ വെളിപ്പെട്ട നീതിദാനത്തിന്റെ സമൃദ്ധിയിൽ അവന്റെ ജീവനിൽ അധികമായി വാഴുവാൻ ദൈവം എന്നെ നിയോഗിച്ചിരിക്കുകയാണ്. When you read Romans chapter 5 verse 17, because one of the man's trespass, death exercised dominion, through that one much more surely will those who receive the abundance of grace and the free gift of righteousness exercise dominion in life through one man, Jesus Christ. In the Garden of Eden, the original design for the humanity by the great God was they should rule over everything, but they trespassed and they fell short of God's glory, and Jesus Christ was sent to redeem the humanity who were once fallen from the glorious state, and we are redeemed by Jesus' blood, and we are turned and transformed into a kingly priesthood. A king is supposed to rule the place where you are now. The experience you have now may be a kind of lack of glory state, a lackluster state, a state of poverty. But the Lord says, if Jesus comes into your life with abundance of life, with abundance of grace, he can turn any situation of lack of glory into glorious thing, into a ruling, a king-like state in your life. ദൈവത്തിന്റെ മക്കളെ, എല്ലാ മേഖലകളിലും നിങ്ങളുടെ ജീവിതത്തിൽ വാഴ്ച നടത്തുവാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ, നിങ്ങൾ സമൃദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിലെ നന്മകൾ കാണാൻ സർവശക്തനാകുന്ന ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഈ സന്ദേശം ഇന്ന് ഈ ഞായറാഴ്ച പകലിൽ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട്.
ഈ മെസ്സേജ് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടണം. ഒരിക്കലും വിമർശിച്ചും കുറ്റം കണ്ടുപിടിച്ചും തെറ്റൻ എന്താണെന്ന് ചിന്തിച്ചുമൊക്കെ മറ്റു ചിലരെ പോലെ നിങ്ങളുടെ നല്ല ജീവിതത്തെ, ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ വെറുതെ നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത് പ്രിയപ്പെട്ടവരെ. ദൈവം വാഗ്ദത്തങ്ങളിൽ അതിവിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ സ്വപ്നം, ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ മക്കൾ ഈ ഭൂമിയിൽ വാഴ്ച നടത്തണം, അവൻ്റെ മക്കൾ എല്ലാറ്റിലും അനുഗ്രഹിക്കപ്പെടണമെന്ന് തന്നെയാണ്. യേശു കർത്താവ് പറയുന്നു, ഒരു മകൻ തൻ്റെ പിതാവിനോട് അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ അവന് തേളിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ തരുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ തൻ്റെ പിതാവിനോട് യാചിക്കുന്നവർക്ക് അവൻ നന്മ എത്ര അധികം കൊടുക്കുമെന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്ന പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു പറയുകയാണ്, ഈ ഭൂമിയിലെ ഞാനും നിങ്ങളും, ഞാനൊരു പിതാവാണ്, 2 മക്കളുടെ അപ്പനാണ്. നിങ്ങളിൽ പല മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അനുഗ്രഹം, അവരുടെ ഭാവി, അവരുടെ നന്മകൾ നാം വളരെയധികം പ്രതീക്ഷിക്കുന്നു, നാം സ്വപ്നം കാണുന്നു, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പല അപ്പനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ, ബ്രദറെ, ഞങ്ങൾ കഷ്ടപ്പെടുന്നത്, ഞങ്ങൾ അധ്വാനിക്കുന്നത്, ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾ ജന്മം കൊടുത്ത നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളിൽ ഒത്തിരി കുറവുകളുണ്ട്, നിങ്ങളിൽ ഒത്തിരി കുറ്റങ്ങളുണ്ട്. നമ്മൾ ആരും പൂർണ്ണരൊന്നുമല്ല. ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഒക്കെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഫ്യൂച്ചർ, ഏറ്റവും സമൃദ്ധമായ ജീവിതം, അവരുടെ നന്മ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മളെക്കാളൊക്കെ എത്രയും 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 ഡീസന്റ് ആണ് സ്വർഗസ്ഥനായ പിതാവ്. എത്ര ശ്രേഷ്ഠനാണ് സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവ് എപ്പോഴും തൻ്റെ മക്കളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകുവാൻ, അനുഗ്രഹമുണ്ടാകുവാൻ, സമൃദ്ധി ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ പറഞ്ഞത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും, ശകലത്തിലല്ല, നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. One of the central ideas, central truths which you need to understand with regard to the blessing of the Lord and abundance of the Lord is that the Heavenly Father always desires His children to enjoy the blessings and have a good life on the face of the earth. Do not be negative thinking that when some other people say something else. Do not be carried away by all those things. The Lord always desires His children to have all goodness in their life. That's why if one among you, Jesus is directly asking, will you give a serpent to a son who is asking for a fish, or a stone to a son who is asking for a bread? The evil ones on the earth like to give good things to their children. How much more our good Heavenly Father will give much abundance, much good things in our life. Only you need to ask and believe in the power of the Lord. നമ്മൾ വളരെ കാര്യമായ നിലകളിൽ സത്യസന്ധമായിട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നവരും പഠിക്കുന്നവരുമായിരിക്കണം. തെറ്റായ കാര്യങ്ങളെ പഠിച്ചും ആലോചിച്ചും റിസീവ് ചെയ്തും നിങ്ങളൊരു റോങ് വേയിലേക്ക് യാത്ര ചെയ്യരുത്. പലപ്പോഴും നമ്മൾ പറയുന്നത്, ഈ കഷ്ടതകൾ, തകർച്ചകൾ, പ്രതിസന്ധികളൊക്കെ തന്ന എൻ്റെ ജീവിതത്തെ ആ നിലയിൽ ദൈവം നയിക്കുകയും അങ്ങനെ ഞാനങ്ങ് ജീവിതം അവസാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്നാണ്. കഷ്ടതയില്ലെന്ന് ഞാൻ പറയില്ല, പ്രതിസന്ധി ഇല്ലെന്ന് ഞാൻ പറയില്ല, പ്രതികൂലങ്ങൾ ഇല്ലെന്ന് പറയില്ല. യേശു കർത്താവ് തന്നെ പറഞ്ഞു, യോഹന്നാൻ 16:33, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ആ കഷ്ടതയെല്ലാം കൂടെ നിന്നെ അങ്ങ് തീർത്ത് കളയുമെന്നല്ല കർത്താവ് പറഞ്ഞു, അവിടെയും നിനക്ക് ജയം തരുമെന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 66:12 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കയറി ഓടിക്കുമാറാക്കി, ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു, എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇവിടെ തീയും വെള്ളവും ഇല്ലെന്നൊന്നും പറയുന്നില്ല. ഇവിടെ മനുഷ്യരെ
നമ്മുടെ തലയിൽ ഓടിക്കുമാറാക്കി നിങ്ങളുടെ തലയിലൂടെ നാഷണൽ ഹൈവേ എടുത്തില്ലെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ദൈവം പറയുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ജീവിതത്തിൽ വരാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ കടന്നു വരാം. തീയിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ പോകുന്ന സാഹചര്യങ്ങൾ വന്നെന്ന് വരാം. പക്ഷേ ഈ തീയിലൂടെയും വെള്ളത്തിലൂടെയും പോകുന്ന സാഹചര്യങ്ങൾ അങ്ങ് ലൈഫ് എൻഡ് പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യരെ തലയിലൂടെ ഓടിക്കുമാറാക്കുന്നത് 24/7 365 ഡേയ്സ് പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനൊരു ചെറിയൊരു ഷോർട്ട് ടൈം ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ അത് കഴിയുമ്പോൾ എന്നെ ഒരു സമൃദ്ധിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം, അത് ഏറ്റെടുക്കാൻ കഴിയണം. പലരും ചിന്തിക്കുന്നത് നമ്മളൊരു നന്മ അനുഭവിക്കുമ്പോൾ, ജീവിതത്തിൽ ഒരു നല്ല വസ്ത്രം ധരിക്കുമ്പോൾ, നല്ല വീട്ടിൽ പാർക്കുമ്പോൾ, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പല നന്മകളും ഉണ്ടാകുമ്പോൾ അത് പാപമാണ്, അത് തെറ്റാണ്, അങ്ങനെയൊന്നും പാടില്ല, നമ്മൾ അങ്ങനെയൊന്നും ജീവിക്കാൻ പാടില്ല എന്നാണ്. ഞാൻ ഒരിക്കലും ഒരു അത്യാഡംബര ജീവിതത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 35:27 വാക്യം അവിടെ എഴുതിയിരിക്കുന്നു, എന്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ. തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവരെപ്പോഴും പറയട്ടെ. ഇംഗ്ലീഷിൽ എനിക്ക് കാണാൻ കഴിയുന്നത് which has pleasure in the prosperity of his servant എന്നാണ് എഴുതിയിരിക്കുന്നത്. തന്റെ മക്കളുടെ പ്രോസ്പെരിറ്റിയിൽ, തന്റെ ദാസന്മാരുടെ അഭിവൃദ്ധിയിൽ, തന്റെ മക്കളുടെ സമൃദ്ധിയിൽ സന്തോഷിക്കുന്ന, പ്രസാദിക്കുന്ന, സന്തോഷവാനായിരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് സങ്കീർത്തനം 35:27 എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് ദൈവം ഒരു തടസ്സമല്ല. നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഉയർച്ചകൾക്ക് ദൈവം ഒരു തടസ്സമല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ സമൃദ്ധി, അനുഗ്രഹം ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ സന്തോഷവാനാണ്. ആമേൻ. യെസ് പാസ്റ്റർ. Some people think that enjoying the good things of this earth is a sin. And I'm not talking about overly luxurious living, but the Bible says that the Lord actually has pleasure in the prosperity of his servant. This we read from Psalm number 35:27. Of course, there are tribulations and suffering in this earth that is to mold us, but that is not 24/7 affair. That's not a 365-day affair. The Lord gives suffering and tribulations to mold us, but we read in Psalm number 66:12, you let people ride over our heads. We went through fire and through water, yet you have brought us to a spacious place. Always people criticize the good things of servants of the Lord or children of the Lord out of envy and jealousy. But our Lord who is in heaven, he is never jealous. He always loves us being in prosperity, loves us being in a kind of an abundance and prosperity, and he enjoys that. എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നത് എന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊള്ളുവീൻ. അപ്പോൾ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. ദൈവ ഇഷ്ടം അറിയുന്നവനാണ് ബുദ്ധിമാൻ. ദൈവ ഇഷ്ടം അറിയുന്നവനാണ് ശ്രേഷ്ഠകരമായ ജീവിതം ഈ ഭൂമിയിൽ നയിക്കുന്നത്. ദൈവ ഇഷ്ടം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ സങ്കീർത്തനം 35:27 വാക്യത്തിൽ വായിച്ചു. ആമീൻ. തന്റെ ദാസന്റെ ശ്രേയസിൽ യഹോവ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ. ആ ശ്രേയസ് എന്ന് പറയുന്നത് നിങ്ങൾ വിട്ടുപോകല്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൂടെ നിങ്ങൾ നോക്കണം. അവിടെ പ്രോസ്പെരിറ്റി എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പ്രോസ്പർ ആകണം, നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം. ഉയർന്നവൻ താണവനെ അനുഗ്രഹിക്കുന്നു എന്നുള്ളതിൽ സംശയമില്ല എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കൊരു നല്ല വീടുണ്ടെങ്കിൽ ആ വീട്ടിലൊരു പ്രാർത്ഥന നടത്തിക്കൂടെ? നിങ്ങൾക്ക് നല്ലൊരു വാഹനമുണ്ടെങ്കിൽ ആ വാഹനം കർത്താവിന്റെ നാമമഹത്വത്തിനായി ഉപയോഗിച്ചുകൂടെ? നിങ്ങൾക്കൊരു നല്ല ഹാൾ ഉണ്ടെങ്കിൽ ആ ഹാളിൽ ഒരു മീറ്റിംഗ് വെച്ചുകൂടെ? നിങ്ങൾക്ക് സ്തോത്രം, ദൈവം ഭൗതികമായ അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തുകൂടെ? അങ്ങനെ ചെയ്യാതെ പോയവരാണ് ശരിക്കും ഈ നാടിന്റെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത്. പലപ്പോഴും അവരുടെ കയ്യിൽ ലഭിച്ച നന്മ
അവർക്ക് വ്യക്തിപരമായി കിട്ടിയത് അവരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന സാഹചര്യമല്ല. ഒരു പക്ഷെ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചത് മറ്റു പലരുടെയും ജീവിതത്തിന് നിങ്ങളൊരു അനുഗ്രഹമാകാനാണ്. ദൈവം നിങ്ങളെ ഉയർത്തിയത് മറ്റു പലരുടെയും ജീവിതത്തിന് നിങ്ങളൊരു ബ്ലെസ്സിങ് ആകാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം ഒരിക്കലും അത് നിങ്ങളുടേതല്ല. നിങ്ങൾ പാർക്കുന്ന ഭവനം ഒരിക്കലും അത് നിങ്ങളുടേതെന്ന് സ്വന്തമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് ആരുടെയൊക്കെയോ പ്രാർത്ഥനയാണ്, ആരുടെയൊക്കെയോ അനുഗ്രഹങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണയാണ്. ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മകളും എൻ്റെ ദൈവത്തിന്റെ ദാനമാണ്. എൻ്റെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ തൻ്റെ ഇടം കൊണ്ടോ ഒരിക്കലും ഞാൻ നേടിയെടുത്തതല്ല. പ്രൈസ് ദ ലോർഡ്. ഒരിക്കല് ശലോമോന്റെ ആലയത്തിന്റെ ആ പ്രതിഷ്ഠയുടെ സമയത്ത് സങ്കീർത്തനക്കാരനായ ദാവീദ്, അങ്ങനെ പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് ഇസ്രായേലിന്റെ രാജാവായ ദാവീദ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം 29-ാം അധ്യായം അതിന്റെ 12, 13, 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്ന ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. 1 ദിനവൃത്താന്തം ഒന്ന് വായിക്കാമോ പാസ്റ്റർ? 29-ന്റെ 12, 13 മുതലുള്ള വാക്യങ്ങൾ. ധനവും ബഹുമാനവും നിങ്കിൽ നിന്ന് വരുന്നു. ധനവും ബഹുമാനവും നിന്നിൽ നിന്ന് വരുന്നു. ബോത്ത് റിച്ചസ് ആൻഡ് ഓണർ കം ഓഫ് thee. ധനവും ബഹുമാനവും ദൈവമേ നിന്നിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കണ്ട, ഇത് വചനമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ധനവും ബഹുമാനവും ദൈവത്തിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിൽ ഇരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, വാസ്തവമായും ധനവും ബഹുമാനവും ദൈവത്തിന് നൽകുവാൻ കഴിയും. സ്തോത്രം. കാരണം ശക്തിയും ബലവും അവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരുത്തനെ വലുതാക്കുന്നതും അവനെ ശക്തീകരിക്കുന്നതും അവനെ എക്സ്പാൻഡ് ചെയ്യുന്നതും അവനെ സ്ട്രെങ്തൻ ചെയ്യുന്നതും അവനെ ഗ്രേറ്റ്ഫുൾ ആക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്നു. ഹല്ലേലൂയ. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. 14-ാമത്തെ വാക്യത്തിൽ അഭിഷിക്തനായ ദാവീദ് പറയുകയാണ്, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എന്റെ ജനവും എന്തുള്ളൂ? സകലവും നിന്നിൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ നിങ്ങളുടെ അല്ലെന്നോ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കർത്താവിന്റെ രാജ്യത്തിന് ഇഷ്ടം പോലെ സാമ്പത്തിക നന്മയുണ്ട്, പക്ഷെ അത് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലേ? സ്തോത്രം. അങ്ങനെ പറയാം, കർത്താവിന്റെ രാജ്യത്തിന് ഇഷ്ടം പോലെ ബ്ലെസ്സിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് പല എന്താ പറയുന്നത്, ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവരായി പോകല. ഇതാണ് എൻ്റെ ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരു കാര്യത്തിലേക്കും വരികയല്ല. ഈ വചനഭാഗം ഞാൻ വായിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്നാണ്. നിങ്ങൾ ആദ്യത്തെ വാക്യത്തിൽ വായിച്ചു, ധനവും മാനവും യഹോവേ അങ്ങിൽ നിന്ന് വരുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്ന കർത്താവിനോടൊന്ന് പറഞ്ഞ് അതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ്. പക്ഷേ 14-ാമത്തെ വാക്യത്തിൽ ആ മനുഷ്യന്റെ ഹൃദയം നിങ്ങൾക്ക് അവിടെ വായിക്കാം. ആ ദൈവപുരുഷന്റെ ഹൃദയം വായിക്കാം. കർത്താവേ, നിനക്ക് തരുവാൻ, നിന്റെ ആലയത്തിന് തരുവാൻ ഞങ്ങൾ എന്തുള്ളൂ? ഞങ്ങൾ ഏതുള്ളൂ കർത്താവേ? ഈ ഒരു മൈൻഡ് സെറ്റ്, ഈ ഒരു മെന്റാലിറ്റി എല്ലാവരുടെയും അകത്ത് വേണം പ്രിയപ്പെട്ടവരെ. ഒരുമാതിരി ദാനം കൊടുക്കുന്ന പോലെയല്ല. സ്തോത്രം. മനസ്സില്ല മനസ്സോടുള്ള കൊടുപ്പല്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ വേദനിച്ചുകൊണ്ട് കൊടുക്കണമല്ലോ എന്ന് ചിന്തിച്ചുള്ള കൊടുപ്പല്ല. ഇവിടെ ദൈവത്തിന്റെ ദാസൻ ദൈവത്തിന്റെ വചനത്തിൽ പറയുകയാണ്, ദൈവമേ, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി നിനക്ക് തന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ചില പിതാക്കന്മാർ, ഉപദേശിമാർ, ദൈവമക്കൾ, അപ്പച്ചന്മാർ, പാസ്റ്റർമാർ, അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ഭക്തന്മാർ, മക്കളെ കർത്താവിന് വേണ്ടി കൊടുക്ക്, നിന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ പുതിയ തലമുറ പറയുന്നു, കർത്താവിന് കൊടുക്കണോ, കർത്താവിന് വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ദാവീദ് പറയുന്നു, ദൈവമേ, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്കു തന്നേ ഉള്ളൂ. ദാവീദ് ഒരിക്കലും സ്വർഗത്തിൽ കൊണ്ടുപോയി പണം കൊടുക്കുകയല്ലായിരുന്നു, യഹോവയുടെ ആലയത്തിന് കൊടുക്കുകയായിരുന്നു.
ഹല്ലേലൂയ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്കു തന്നേ ഉള്ളൂ. മക്കളെ, മനോഭാവങ്ങളിലാണ് ദൈവത്തിന്റെ ശ്രദ്ധ കിടക്കുന്നത്. മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ യഹോവ നിന്റെ ഹൃദയത്തെ നോക്കുന്നു. നീ കൊടുക്കുന്നതിനെ ദൈവം നോക്കുന്നു, നീ സ്നേഹിക്കുന്നതിനെ ദൈവം നോക്കുന്നു, നിന്റെ ആറ്റിറ്റ്യൂഡ് ദൈവം നോക്കുന്നു, നിന്റെ മനോഭാവത്തെ ദൈവം ശ്രദ്ധിക്കുന്നു. ഈ ഒരു മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇനി അതിന്റെ 17-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്റെ ദൈവമേ, നീ ഹൃദയത്തെ ശോധന ചെയ്ത് പരമാർത്ഥതയിൽ പ്രസാദിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവമായി തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന നിന്റെ ജനം മനഃപൂർവമായി തന്നിരിക്കുന്നത് ഞാൻ സന്തോഷത്തോടെ കണ്ടിരിക്കുന്നു. ദൈവത്തിന് കൊടുക്കുന്നെങ്കിൽ, തന്റെ ആലയത്തിന് കൊടുക്കുന്നെങ്കിൽ, തന്റെ രാജ്യത്തിന് കൊടുക്കുന്നെങ്കിൽ, തിരുവെഴുത്തിൽ പറയുന്നു അത് മനഃപൂർവമായി കൊടുക്കണം, അത് ഹൃദയ പരമാർത്ഥതയോടെ കൊടുക്കണം. 17-ാമത്തെ വാക്യം കണ്ണു തുറന്ന് വായിക്കൂ. ഞാനോ എന്റെ ഹൃദയ പരമാർത്ഥതയോടെ ഇവയെല്ലാം മനഃപൂർവമായി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഒരു ഹൃദയ പരമാർത്ഥത ഉണ്ടാകട്ടെ. ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം ആ പരമാർത്ഥതയിൽ പ്രസാദിക്കട്ടെ എന്ന് തിരുവെഴുത്തിൽ വായിക്കുകയാണ്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. After David was offering all the things which was needed for constructing the temple of Jerusalem, you can find David is praying a great prayer before the Lord, which we find from 1 Chronicles chapter 29 verse 10 following. And if you look into verse 12, he says both riches and honor come from you. And in verse 14, all things come from you, and we are just giving willingly to you. And in 17, in the uprightness of my heart I have willingly offered all these things. When David was offering everything, it was not he himself constructing the temple, but it was Solomon who was doing the work. But he gave everything as if he is giving to the Lord. Don't think that our God is so poor that we have to give him something. No, it's not like that. When we are taking all the things from God, we need to give offer ourselves and all that we have into God's hands. And people negatively think that is the Lord so poor that you have to give something. No, it's not like that. Our attitude towards giving to the Lord should totally change. We are giving to the Lord because we have received everything from the Lord. എന്റെ ദൈവജനമേ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളും ഞാനും ജീവിക്കേണ്ടത് ഈ വചനത്തിനകത്താണ്. നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹൃദയ പരമാർത്ഥതയോടെ കൊടുത്താൽ അതിനെ അനുഗ്രഹിക്കുന്ന ദൈവം ഉണ്ടെന്നും മനഃപൂർവ്വമായി കൊടുക്കണമെന്നും, കർത്താവെ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഞങ്ങൾ നിനക്ക് തരുന്നേ ഉള്ളൂ എന്നുള്ള ആ വചനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. The people who put their faith in the Lord, our forefathers, they believed in the word of God, not on any person's personal opinion. You have to base everything on the word of God. And the word of God says that you need to give so that you need to be blessed. The Lord gives everything to you so that you may be blessed. Some persons who are broken in their hearts, some persons who have having some problem with any emotional problem they had in their life, they are pouring out all the filth and negative emotions and negative teachings into this world. You did not heed to that. Heed to the word of God. This is the ultimate authority. We have to base on life on this. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ മക്കളെ, ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ. നമുക്കറിയാം, യേശു കർത്താവിന്റെ ടീച്ചിങ്സും യേശു കർത്താവിന്റെ പ്രാർത്ഥനയും അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഏരിയകളാണ്. യേശുവിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന്റെ പ്രാർത്ഥന പിതാവിന്റെ ഇഷ്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട്, പിതാവിന്റെ ഹൃദയത്തെ അറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥന അവിടെ കാണാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പോൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ദൈവ ഇഷ്ടം ഈ ഭൂമിയിൽ നടപ്പിലാകണം, നിറവേറണം. സ്വർഗത്തിലെ പോലെ, അവിടെ എന്താ പറയുന്നത്, കമ്പയർ ചെയ്യുകയാണ്. സ്വർഗം പോലെ ഭൂമിയിലുമാകണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന
ദൈവത്തിന്റെ മക്കളെ, സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നെങ്കിൽ, സ്വർഗീയമായ സകല അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. അത് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വിശ്വസിക്കുന്നവരിൽ ഇത് വ്യാപരിക്കുവാനിടയായി തീരും. In the Lord's Prayer, you find that Jesus teaches the disciples to pray like this: let your kingdom come and let your will be done in earth as it is in heaven. And we find in Ephesians chapter 1 verse 7, the Lord has blessed you with every spiritual blessings of heaven, and it's God's will that you enjoy all the blessings of heaven while you are on earth. It's purely biblical. ഇവിടെ സംഭവിക്കേണ്ടത് സ്വർഗത്തിലെ ഇഷ്ടം ഭൂമിയിലും നടക്കണമെന്നാ. പിശാചിന്റെ ഇഷ്ടമല്ല എന്റെ വീട്ടിൽ, എന്റെ ജീവിതത്തിൽ നടക്കേണ്ടത്. എന്നെ ഇഷ്ടമല്ലാത്തവന്റെ ഇഷ്ടമല്ല എന്റെ വീട്ടിലും എന്റെ കുടുംബത്തിലും നടക്കേണ്ടത്. ഒന്നുകൂടെ പറയാം, പിശാചിന്റെ ഇഷ്ടമല്ല നിന്നിലും നിന്റെ കുടുംബത്തിലും നടക്കേണ്ടത്. നിന്നെ ഇഷ്ടമല്ലാത്തവന്റെ ഇഷ്ടമല്ല നിന്നിലും നിന്റെ കുടുംബത്തിലും നടക്കേണ്ടത്. ദൈവത്തിന്റെ ഇഷ്ടം, സ്വർഗത്തിന്റെ ഇഷ്ടം, സർവശക്തന്റെ ഹിതം നിന്നിലും നിന്റെ കുടുംബത്തിലും സംഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതൊരിക്കലും തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. സ്വർഗസ്ഥനായ പിതാവ്, സർവശക്തനാകുന്ന ദൈവം യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്നു, നിങ്ങളെ കുറിച്ചുള്ള എന്റെ നിരൂപണങ്ങൾ അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കത്രേ. ഹല്ലേലൂയ. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരത്തിലെ പിതാവിൽ നിന്ന് വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ഞായറാഴ്ച പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന, അതിനുശേഷം വീണ്ടും ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്നും, ഓരോ വ്യക്തികളിൽ നിന്നും എല്ലാ തകർച്ചയുടെയും പരാജയത്തിന്റെയും ശാപത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ബന്ധനത്തിന്റെയും അശുദ്ധാത്മാവ് അവരെ വിട്ടുപോകട്ടെ. ഒന്നിനും കുറവില്ലാത്തവരായി, എല്ലാ മേഖലകളിലും ആത്മികമായി ഭൗതികമായി വാഴ്ച നടത്തുന്നവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി യേശുവിന്റെ നാമത്തിൽ ഇവർ മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് അവരെ കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്കായി അയക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമുണ്ട്. ദൈവത്തിന്റെ കരുതലുകൾ പ്രസ്താവിക്കുമ്പോൾ ഞാനത് പലയിടത്തും ഈ മെസ്സേജിൽ ഉൾപ്പെടുത്താറുണ്ട്. കാരണം പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത്. ലൂക്കോസ് 22-ന്റെ-35 വാക്യം അവിടെ എഴുതിയിരിക്കുകയാണ്, പിന്നെ അവൻ അവരോട്, ഞാൻ നിങ്ങളെ മടിശീലയും പൊക്കണവും ചെരുപ്പും കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചതിന് ഒരു കുറവും ഉണ്ടായില്ല എന്ന് അവർ പറഞ്ഞു. ഇവിടെ അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ട്രാൻസ്ലേഷൻ ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു പക്ഷെ മനസ്സിലാൻ പോകുന്നത്. When I send you without purse, when I send you without purse and scrip and shoes, lacked you anything? നിനക്ക് എന്തെങ്കിലും ലാക്ക് ചെയ്തോ? നിനക്ക് എന്തെങ്കിലും കുറവുണ്ടായോ എന്ന് ചോദിച്ചതിന്, പേഴ്സ് ഇല്ലാതെ, ATM കാർഡ് ഇല്ലാതെ, ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ, പൈസ ഇല്ലാതെ, കയ്യിൽ ഒന്നുമില്ലാതെ, ചെരുപ്പ് പോലും ഇല്ലാതെ ഞാൻ നിങ്ങളെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും എപ്പോഴെങ്കിലും കുറവുണ്ടായോ എന്ന് ചോദിച്ചതിന് ശിഷ്യന്മാരുടെ മറുപടി, ഒരു കുറവും ഉണ്ടായില്ല എന്നവർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കർത്താവ് തെരഞ്ഞെടുത്തവന്, കർത്താവ് നടത്തുന്നവന്, അവന്റെ മക്കൾക്ക് ഒരു കുറവും ഉണ്ടാകുകയില്ല. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒന്നിനും ഒരു കുറവും ഉണ്ടാകുകയില്ല. അതിന് നിങ്ങളുടെ ജീവിതത്തിന് സമൃദ്ധി ഉണ്ടാകാൻ, നന്മയുണ്ടാകാൻ കർത്താവിന് പേഴ്സ് വേണമെന്നില്ല, ബാങ്ക് അക്കൗണ്ട് വേണമെന്നില്ല. ഏലിയാവിന്റെ കാലഘട്ടത്തിൽ കാക്ക അപ്പോ ഇറച്ചിയും കൊണ്ടു കൊടുത്തു. സ്തോത്രം. ഒരുപക്ഷെ ആ കാക്ക ചത്തുപോയി കാണും, പക്ഷെ ആ കാക്കയെ അയച്ച ദൈവം ഇപ്പോഴും നിങ്ങളെയും എന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഏതു കാലഘട്ടത്തിലും നിങ്ങളെ കരുതുവാൻ, ഏതു സാഹചര്യത്തിലും നിങ്ങളെ സഹായിക്കുവാൻ ഒന്നിനും കുറവില്ലാതെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതി. ഞാനിത് ഏറ്റെടുക്കുകയാണ്, ഈ വചനം ഞാൻ ഏറ്റെടുക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാതെ, ഒരു മേഖലയിൽ കുറവില്ലാതെ, അത്ഭുതകരമായി, സമൃദ്ധിയായി, അതിശയകരമായി എല്ലാ കാലത്തും നടത്താൻ ഈ ദൈവത്തിന് കഴിയും.
അതാ വചനം പറയുന്നേ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഇപ്പൊ ഒത്തിരി പേര് പ്രസംഗത്തിലെല്ലാം പറയുന്നുണ്ട് കൊറോണയുടെ കാലം, കൊറോണയുടെ കാലം. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും. ഏത് സാഹചര്യത്തിലും, ഏത് ലോക്ക്ഡൌണിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആമേൻ, സർവശക്തനാകുന്ന ദൈവത്തിന് ഒരു കുറവുമില്ലാതെ നിന്നെയും നിന്റെ കുടുംബത്തെ നടത്താൻ കഴിയും. എവിടെങ്കിലും എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എവിടെങ്കിലും എന്തെങ്കിലും ശൂന്യതകൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ വിശ്വസിക്ക്, അബ്രഹാമിനെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. The Lord desires His will to be done on earth and in the life of the children of God. It's not the desire of Satan. It's not the desire of the people who dislike you that's going to happen in your life, but the Lord's desire and will is going to happen in your life. You may understand the provision of the Lord if you read Luke 22 verse 35. The Lord asked the disciples, when I send you without a purse, is there anything lacking in your life? And they said, nothing, absolutely nothing. The Lord is a God who desires and wills that you have abundance and prosperity in your life. At any point of time, as Psalmist says, I will bless the Lord at all times, no matter it's COVID, no matter it's a lockdown time, no matter it's an economic tumble down, all kinds of times we will be exalting in the Lord, because at all times the Lord is same. The Lord who has fed Elijah at that point of time is not dead. He still provides for each and every one of us. You need to believe in that. യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, you lacked anything? And they said nothing. 23-ാം സങ്കീർത്തനം എന്താ പറയുന്നേ? 23-ാം സങ്കീർത്തനം എല്ലാവർക്കും കാണാതറിയാലോ. ആ കാണാതെ ഇങ്ങനെ ചുമ്മാ പഠിച്ചുകൊണ്ട് നടക്കാതെ അതൊന്ന് ചിന്തിച്ചേ. അതിന്റെ 1-ാം വാക്യം എന്നാ പറയുന്നേ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. The Lord is my shepherd, I shall not want. എനിക്കൊന്നിനും ഒരിടത്തും ഒരു കുറവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടാകത്തില്ല. അനുഗ്രഹീതനായ പ്രസിദ്ധനായ ഒരു സുവിശേഷകൻ ഒരു പ്രസംഗം ഇങ്ങനെ പറഞ്ഞു, യഹോവ നിന്റെ ഇടയനായതുകൊണ്ട് നിനക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്തിനെങ്കിലും മുട്ടുണ്ടാകുന്നു, എല്ലായിടത്തും മുട്ടുണ്ടാകുന്നെങ്കിൽ ഡബിൾ ചെക്ക് ചെയ്യുക, ഇപ്പോഴും നീ യഹോവയുടെ കൂടെ തന്നെയാണോ എന്ന്. യഹോവ നിന്റെ ഇടയനാണെങ്കിൽ നിനക്കൊന്നിനും മുട്ടുണ്ടാകയില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? അവൻ എൻ്റെ ഇടയനാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? പച്ചയായ പുൽപ്പുറം എനിക്കുണ്ട്, സ്വസ്ഥതയുള്ള വെള്ളം എൻ്റെ മുൻപിലുണ്ട്, പ്രാണന് തണുപ്പുണ്ട്, എൻ്റെ തലയ്ക്ക് എണ്ണ കൊണ്ടുള്ള അഭിഷേകമുണ്ട്, കവിഞ്ഞൊഴുകുന്ന പാനപാത്രമുണ്ട്, നന്മയും കരുണയും, ഗുഡ്നസ് ആൻഡ് മേഴ്സി, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും, ഞാൻ ഉപവാസം ഇരിക്കുമ്പോഴൊക്കെയും അല്ല, 2 ദിവസമല്ല, 10 ദിവസമല്ല, മാർച്ച് മാസത്തിലല്ല, എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എത്ര പേർക്ക് ഈ വചനം ഇഷ്ടമാണ്? ഇത് ചുമ്മാ വായിക്കരുത് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക. യഹോവ ഇടയനായിരിക്കുന്നെങ്കിൽ മുട്ടുണ്ടാകത്തില്ല. പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ എനിക്കെല്ലാം ഉണ്ട്, ഞാൻ സമൃദ്ധിയായും ഇരിക്കുന്നു എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയുന്നു. ഉള്ളത് കൊണ്ട് താൻ തൃപ്തിപ്പെടുന്നു, ഉള്ളത് കൊണ്ട് താൻ ദൈവത്തെ സ്തുതിക്കുന്നു, ഉള്ളത് കൊണ്ട് ഞാൻ ക്രിസ്തുവിൽ ആനന്ദിക്കുന്നു. എങ്കിലും പൗലോസ് പറയുന്നു, എനിക്കെല്ലാം ഉണ്ട്, ഞാൻ എല്ലാറ്റിലും പൂർണ്ണ തൃപ്തനായിരിക്കുന്നു. ആ സാറ്റിസ്ഫാക്ഷൻ, ആ തൃപ്തി തരുവാൻ ദൈവം കൂടുള്ളവർക്കേ കഴിയൂ, ദൈവത്തോട് ബന്ധമുള്ളവർക്കേ കഴിയൂ. സർവശക്തനാകുന്ന ദൈവം അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ ഏകനായി വിളിച്ച് അനുഗ്രഹിച്ചു. ഞാൻ ആ ഭാഗം ഒന്ന് എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിനകത്ത് അപ്പോസ്തലൻ പറയുന്നു, അതിന്റെ 29-ാം വാക്യം, ക്രിസ്തുവിനുള്ളവരെങ്കിലോ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. നിങ്ങൾ യേശു ക്രിസ്തുവിലായെങ്കിൽ, യു ആർ ഇൻ ക്രൈസ്റ്റ്, then you are the seed of Abraham. നിങ്ങൾ അബ്രഹാമിന്റെ സീഡാകുന്നു, അബ്രഹാമിന്റെ വിത്തുകളാകുന്നു, അബ്രഹാമിന്റെ മക്കളാകുന്നു. എന്താണ് നിങ്ങളുടെ പ്രത്യേകത? നിങ്ങൾക്ക് വാഗ്ദത്തമുണ്ട്, നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, വാഗ്ദത്ത പ്രകാരം
നിങ്ങൾ അവകാശികളാണ്. ഇന്നത്തെ ഈ ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പൗലോസ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്: അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. അവകാശി സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ പ്രിയ ദൈവത്തിന്റെ മക്കളെ, നീ സകലത്തിലും അവകാശിയാണ്. സകലത്തെ വാഴുവാൻ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നു. നീ സകലത്തിലും യജമാനനാണ്. പക്ഷേ നിന്റെ മൈൻഡ് സെറ്റ്, നിന്റെ മനോഭാവങ്ങൾ ശിശുവായിരിക്കുന്നിടത്തോളം, മെച്വർ അല്ലാത്തിടത്തോളം ഒരിക്കലും ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. The very popular Psalm number 23, in that it says, the Lord is my shepherd and I shall not lack anything. If the Lord is your shepherd, the Lord will make sure that you will lie down beside green pastures. The Lord will make sure that he will refresh your soul. The Lord will make sure that the goodness and mercy will follow to the end of your life. If the Lord is your shepherd, you will have all the abundance and prosperity in your life. Galatians 3 verse 29, if you are Christ, then you are Abraham's offspring, heirs according to the promise. You are an heir of heaven, heir of God. And in 4:1, I mean that the heir, as long as he's a child, is no more different from a slave. Many people live in slavery because their attitude is an attitude of slavery. If your attitude is still in an immature state, you will not be able to enjoy the blessings which the Lord has already given you as a provision. You have to mature yourself, change your attitude, have an attitude of a son. You will be realizing and acquiring all the blessings from the Lord. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിലാണ് അബ്രഹാമിനെ സ്വർഗത്തിൽ ദൈവം ബ്ലസ് ചെയ്യുന്നത്, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നത്. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. 2-ാമത്തെ വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ ഒരു അനുഗ്രഹമായി തീരും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നീ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിന്നിൽ, ഇൻ യു, ഭൂമിയിലെ സകല വംശങ്ങളും നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിലൂടെ അബ്രഹാമ്യ വാഗ്ദത്തങ്ങൾ നാം സ്വീകരിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങൾക്ക് നാം അവകാശികളായി തീരുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നു. നമുക്കിവിടെ കാണാം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ സ്വർഗത്തിലെ ദൈവം ബ്ലസ് ചെയ്തു, അനുഗ്രഹിച്ചു, അല്ലെ? ആ 13-ാമത്തെ അധ്യായം എടുക്കുമ്പോൾ അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 13-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ വെളിപ്പെട്ട അനുഗ്രഹത്തിന്റെ റിസൾട്ട് അവിടെ കാണാം. ഇങ്ങനെ അബ്രഹാമും ഭാര്യയും അവനുള്ളതൊക്കെയും അവനോടുകൂടെ ലോത്തും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. 2-ാം വാക്യം പറയുന്നു, കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിൽ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. And Abraham was very rich in cattle, in silver and in gold. Very rich. അബ്രഹാമിനെ ദൈവം ബഹുസമ്പന്നനാക്കി അനുഗ്രഹിച്ചു. അപ്പൊ ചിലർ പറയുന്നു അബ്രഹാം സ്വർഗത്തിൽ പോകത്തില്ല. നിങ്ങൾക്കറിയുമോ, ഞാൻ നേരത്തെ മനോഭാവത്തിന്റെ കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പണം ഒരുപാട് ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വളരെ ഹമ്പിളായിട്ട് ജീവിക്കുന്നവർ. ദൈവസന്നിധി പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തമ്പുരാന്റെ മുമ്പിൽ നെടുമ്പാട് വീണ് കരയുന്ന വലിയ ധനാഠ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. കൈ 10 കാശിന് വിലയില്ലാത്തവനെ അഹങ്കരിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഈ 2 കൂട്ടരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ കാശുള്ളതും കാശില്ലാത്തതും ഒന്നും അല്ല ദൈവത്തോടുള്ള ബന്ധത്തിന്റെ സ്കെയില്, മാനദണ്ഡം. സ്തോത്രം. 1000 രൂപ കിട്ടിയാൽ പിന്നെ നിലത്തല്ല. അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. 1000 കോടി ഉണ്ടായിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്പുരാൻ മുമ്പിൽ നെടുമ്പാട് വീഴുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്.
പ്രൈസ് ഗോഡ്. ഈ പണമല്ല, പദവികളല്ല തടസ്സമായിരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തോടുള്ള നിങ്ങളുടെ ആ ബന്ധം, നിങ്ങൾക്ക് ആ മനോഭാവം, നിങ്ങളുടെ ഹൃദയപരമാർത്ഥത, ഞാൻ നേരത്തെ വായിച്ചതുപോലെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. ഇവിടെ സ്വർഗത്തിൽ ഒരാൾ ഉണ്ടെന്ന് ഭൂമിയിൽ വന്ന് യേശു പറഞ്ഞത് അബ്രഹാമിനെ കുറിച്ച് മാത്രമാണ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ ധനവാന്റെയും ലാസറിന്റെയും ചരിത്രം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്രത്തിനകത്ത് യേശു കർത്താവ് പറയുന്നുണ്ട്, ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ ധൂമവസ്ത്രം ധരിച്ച ആഡംബരത്തോടെ സുഖിച്ചു പോന്നു. അവന്റെ പടിപ്പുരവാതിക്കൽ ലാസർ എന്ന ഒരു മനുഷ്യൻ വ്രണം നിറഞ്ഞുണ്ടായിരുന്നു, അവന്റെ വ്രണം നായ്ക്കൾ വന്ന് നക്കുമായിരുന്നു. അങ്ങനെ ധനവാൻ മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു. എന്നാൽ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചു, അവൻ അബ്രഹാമിന്റെ മടിയിൽ ആശ്വസിച്ചു. അപ്പോ ഈ മനുഷ്യൻ എവിടെയെത്തി? പറുദീസയിലെത്തി. പറുദീസയിൽ ആരുടെ അരികിലാണ്? അബ്രഹാമിന്റെ അരികിൽ. അപ്പൊ അവിടെ അബ്രഹാം പറുദീസ എന്നവിടെ പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ പേരവിടെ യേശു എടുത്തു പറഞ്ഞത് വിട്ടുകളയരുത് പ്രിയപ്പെട്ടവരെ. അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അബ്രഹാമിൻ സകലത്തിൽ ദൈവം അനുഗ്രഹിച്ചു. ആൻഡ് എബ്രഹാം വാസ് വെരി റിച്ച് ഇൻ കാറ്റിൽ, ഇൻ സിൽവർ ആൻഡ് ഗോൾഡ്. അപ്പൊ നമ്മൾ കുറെ ആൾക്കാർ അസൂയ പൂണ്ടിട്ട് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുള്ളവരെ നോക്കി ഇതെല്ലാം തട്ടിപ്പാ വെട്ടിപ്പാ ഇതെല്ലാം പിശാചാന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വല്യപ്പച്ചൻ ഇത് ഉള്ള ആളായിരുന്നു. ഹല്ലേലൂയ. ആ മനുഷ്യൻ എവിടെയുണ്ട്? നിത്യതയിലുണ്ട്. ഇത് വിമർശിച്ച് പുച്ഛിച്ച് തള്ളി നിന്റെ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കാതെ, സ്തോത്രം, മുറിവേറ്റ കുഞ്ഞാടുകളുടെ കൂടെ കൂടി നീ മുറിവേറ്റ കുഞ്ഞാടായി തീരാതെ തിരുവെഴുത്തിനകത്ത് നിന്ന് ആഴമായി ഈ വചനത്തെ മനസ്സിലാക്കൂ പ്രിയപ്പെട്ടവരെ. അബ്രഹാമിയ അനുഗ്രഹമാണോ നിങ്ങളുടെ മേൽ വരുന്നത്? ഞാൻ ഒരു വാക്യം വായിക്കുകയാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ, 7-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. ആരാണ് അബ്രഹാമിന്റെ മക്കൾ? വിശ്വാസികൾ. എന്താണ് വിശ്വാസി? യേശുവിൽ വിശ്വസിക്കുന്നവൻ. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസിയാണെങ്കിൽ ഇവിടെ പറയുകയാണ്, യു ആർ ദ ചിൽഡ്രൻ ഓഫ് എബ്രഹാം. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ അവകാശികളാണ്. പ്രിയപ്പെട്ടവരെ, ഈ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് കയറട്ടെ. ഈ വചനം നിങ്ങളുടെ അകത്ത് കയറട്ടെ. എന്നിട്ട് ദൈവത്തോട് പറ, ഐ ആം ദ സീഡ് ഓഫ് എബ്രഹാം. ഞാൻ അബ്രഹാമിന്റെ സന്തതിയ കർത്താവേ. അബ്രഹാമി അനുഗ്രഹങ്ങൾക്ക് ഞാൻ അവകാശിയ കർത്താവേ. അത് ചെറിയ ഒന്നല്ല. ദേശത്തിന് വഹിക്കുവാൻ കഴിയാത്ത നിലയിൽ ദൈവം വർദ്ധിപ്പിച്ച, അനുഗ്രഹിച്ച വ്യക്തിയാണ് അബ്രഹാം. നിങ്ങൾക്ക് ഞാനൊരു വാക്യം കാണിക്കാൻ പോവുകയാണ്. ഗലാത്യർക്കെഴുതിയ ലേഖനം തന്നെ അതിന്റെ 3-ാം അധ്യായം 14-ാം വാക്യം നിങ്ങൾ നോക്കുക. 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. ആരുടെ അനുഗ്രഹം? That the blessing of Abraham might come on the Gentiles. ജാതികളാകുന്ന എന്റെയും നിങ്ങളുടെ മേൽ. നമ്മൾ യഹൂദന്മാരല്ലായിരുന്നു, നമ്മൾ വ്യവസ്ഥ പ്രകാരം ദൈവത്തിന്റെ മക്കളല്ലായിരുന്നു, നാം ജാതികളായിരുന്നു. എന്നാൽ യേശു കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ, തന്റെ വചനത്താൽ, തന്റെ വീണ്ടെടുപ്പിനാൽ, യേശു ക്രിസ്തുവിനാൽ, ഹല്ലേലൂയ, മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ന്യായപ്രമാണ പ്രകാരം ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടന്ന നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്തിന്? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ എന്റെയും നിങ്ങളുടെ മേൽ വരേണ്ടതിന്. അപ്പോൾ ബൈബിൾ പറയുന്നത് ഈ അബ്രഹാമിയ അനുഗ്രഹം ഈ ഭൂമിയിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേളിൽ വരണമെന്നാണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. The best example you can find from the life of Abraham. Abraham was called and he was called and blessed by the Lord. The Lord said, I am blessing you. You be a blessing, and through you I'll be blessing all nations. And when you come to chapter 13, you can find the immediate realization of the blessing. In 13 verse 2, Abraham was very rich in livestock, in silver and in gold. And in today's, if some people are negatively talking about this, Abraham should not go to heaven, but Abraham was there receiving
living people in paradise. So that means Abraham was in heaven, is in heaven. And when you come to the New Testament, you can understand that in Galatians chapter 3, all the blessings of Abraham is supposed to come on those who believe in Jesus Christ. That in 3 verse 14 to 19, 9 to 14, you can understand all the blessings of Abraham are coming to us, those who believe in Jesus Christ. So do not heed to the teachings that you have to be in poverty so that God may look with pity on you. People who are hurting themselves are hurting others. The people who are blessed by the Lord will bless others. Do not cancel your blessing by saying all these negative things. Believe in the Lord will bless you. He will make you prosperous. The abundance will come into your life if you believe in the word of God. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 41 അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ജിജി മോഹൻ പാസ്റ്റർ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യെശയ്യാ 41 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിന്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആരെയാണ് ദൈവം താങ്ങുന്നത്? ആരെയാണ് ദൈവം ശക്തീകരിക്കുന്നത്? ആരെയാണ് ദൈവം സഹായിക്കുന്നത്? ആരെയാണ് ദൈവം വലം കൈകൊണ്ട് പിടിക്കുന്നത്? നമുക്കറിയാം. അതിന്റെ 8ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വ്യക്തമായി രേഖപ്പെടുത്തി, നീയോ എന്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എന്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ. അബ്രഹാമിന്റെ സന്തതികളെ സഹായിക്കുന്ന, അബ്രഹാമിന്റെ സന്തതികളെ താങ്ങുന്ന, അബ്രഹാമിന്റെ സന്തതികളെ അത്ഭുതകരമായി നടത്തുന്ന ഒരു കരമുണ്ട് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എനിക്കും നിങ്ങൾക്കും ആ പദവിക്ക് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. എനിക്കും നിങ്ങൾക്കും ആ പദവിക്ക് യാതൊരു അർഹതയുമില്ലായിരുന്നു. എന്നാൽ വിശ്വാസികൾ അത്രേ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരത്രേ അബ്രഹാമിന്റെ സന്തതികൾ എന്ന് നിങ്ങൾ അറിവീൻ. മരത്തിന്റെ മേൽ തൂകുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന പോലെ ന്യായപ്രമാണ പ്രകാരം ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ ശാപമായി ആ മരണത്തെ മരക്കുരിശിൽ താൻ ഏറ്റെടുത്തു. എന്നിട്ട് എന്താ ചെയ്തേ? അബ്രഹാമി അനുഗ്രഹങ്ങൾ ക്രിസ്തുവേശുവിൽ ജാതികളായ എന്റെയും നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുവാൻ അവനെ തന്നെ യാഗമാക്കി. അങ്ങനെയാണെങ്കിൽ ഈ അബ്രഹാമി അനുഗ്രഹം ഒരു വ്യക്തിയുടെ മേൽ വരേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നിങ്ങൾക്കറിയുമോ, യേശു കർത്താവ് 18 വർഷം കൂനയായിരുന്ന ഒരു സ്ത്രീയെ സൗഖ്യമാക്കിയപ്പോൾ പള്ളിയിൽ ഇരുന്നവർ ചോദിച്ചു, എന്തിനാണ് ഇന്ന് ശബത്ത് ദിവസത്തിൽ നീ ഇവളെ സൗഖ്യമാക്കിയത്? യേശു എന്താ പറഞ്ഞത്? ഇവളും അബ്രഹാമിന്റെ മകളാണ്. അബ്രഹാമിന്റെ മകളായ ഇവളെ സാത്താൻ ബന്ധിച്ചിരിക്കുകയാണ്. അബ്രഹാമിന്റെ മകളായ ഇവള് സാത്താന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഈ സഹോദരി, ഇവളുടെ ബന്ധനത്തെ അഴിക്കാൻ, അബ്രഹാമിയ സന്തതിയുടെ ബന്ധനത്തെ അഴിക്കാൻ അത്രേ ഞാൻ വന്നെന്ന കർത്താവ് പറഞ്ഞേ. അന്ന് വ്യവസ്ഥ പ്രകാരം ഹീലിംഗ് മിനിസ്ട്രി ഇല്ല, പക്ഷെ അബ്രഹാമിന്റെ സന്തതി വളഞ്ഞിരിക്കാൻ പാടില്ല. വ്യവസ്ഥ പ്രകാരം ഹീലിംഗ് സർവീസ് ഇല്ല, യഹൂദന്മാരുടെ നിയമപ്രകാരം ഹീലിംഗ് മിനിസ്ട്രി ഇല്ല. പക്ഷെ യേശു പറയുന്നു, അബ്രഹാമിന്റെ സന്തതി കൂനി നടക്കാനുള്ളതല്ല, അബ്രഹാമിന്റെ സന്തതി നിവർന്ന് നടക്കാനുള്ളതത്രേ. ഹല്ലേലൂയ. Isaiah chapter 41:8. But thou, Israel, are my servant Jacob, whom I have chosen, the seed of Abraham, my friend. And it continues in verse 10 like this: Fear not, I am with you. Be not dismayed, for I am your God. I will strengthen you. I will help you. I will uphold you with my righteous right hand. Who will get the help from God? Who will be empowered by the Lord? Who will be helped with the righteous right hand of the Lord? The seed of Abraham will be helped mightily by the Lord. Turn to the New Testament where Jesus heals a stooped, hunchbacked woman. And why she was healed? She was healed because she was the seed
seed of Abraham. There is no healing ministry on Sabbath. There is no healing provision on Sabbath. Why she was healed in such an unlikely circumstance? Because she was the seed of Abraham. If you are the seed of Abraham, if you have the faith of Abraham in Jesus Christ, you will be prospering. You will be getting the healing. All the blessings of heaven will be lavished on you if you believe in Jesus Christ. പ്രിയപ്പെട്ടവരെ, ഗലാത്യർക്കെഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അടുത്ത വാക്യം: അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ദൈവഹിതം എന്ന് പറയുന്നത് എന്താണ്? പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയാണ്. വായി തുറന്ന് പറയാമോ? നിത്യജീവന് ഞാൻ അവകാശിയാണ്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ അവകാശിയാണ്, സൗഖ്യം എൻ്റെ അവകാശമാണ്, അനുഗ്രഹങ്ങൾ എൻ്റെ അവകാശമാണ്, വിടുതലുകൾ എൻ്റെ അവകാശമാണ്. എൻ്റെ സമൂഹത്തിന്റെ നടുവിൽ, എൻ്റെ ബന്ധുമിത്രാദികളുടെ നടുവിൽ, എൻ്റെ ചാർച്ചക്കാരുടെ നടുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടേണ്ടത്, ഞാൻ നന്മ പ്രാപിക്കേണ്ടത് ദൈവത്തിൻ്റെയും എൻ്റെയും ആവശ്യമാണ്. അങ്ങനെ വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. യോശുവയുടെ ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, യോശുവയുടെ പറഞ്ഞൊരു പദം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ യോശുവയുടെ ദൈവം പറയുകയാണ്: പിന്നെയും യഹോവ യോശുവയോട്, ഞാൻ മോശയുടെ കൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് ഇസ്രായേൽ എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കാൻ തുടങ്ങും. ടുഡേ ഐ വിൽ ബിഗിൻ ടു മേക്ക് യു എ ഗ്രേറ്റ് ലീഡർ ഇൻ ദ ഐസ് ഓഫ് ഓൾ ദി ഇസ്രായേൽസ്. അവർ കാണുകെ ഞാൻ നിന്നെ വലിയവനാക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ കഴിവില്ലാത്തവരാണെന്നും നിങ്ങൾക്ക് യാതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റികളും ഇല്ലെന്നും നിങ്ങൾ ഒരിക്കലും നന്മ പ്രാപിക്കുകയില്ലെന്നും പറഞ്ഞവരുടെ നടുവിൽ ചിലരൊക്കെ കാണുകെ നിങ്ങളെ വലിയവനാക്കുന്ന, ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ഇന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ എടുത്ത ആ വേദഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുവാനായി ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം എടുത്ത ആ വേദഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അബ്രഹാമിനെ നടത്തിയവൻ, ഇസഹാക്കിനെ നടത്തിയവൻ, യാക്കോബിനെ നടത്തിയവൻ, പഴയ നിയമ വിശുദ്ധന്മാരെ നടത്തിയവൻ, മോശയും ജോഷുവായും നടത്തിയവൻ, അപ്പോസ്തലന്മാരെ പേഴ്സും വടിയും ചെരുപ്പുമില്ലാതെ ഒന്നിനും കുറവില്ലാതെ നടത്തിയവൻ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നടത്തുവാൻ വിശ്വസ്തനാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കരം നിങ്ങളെ സ്പർശിക്കുവാനിടയാകട്ടെ. ദൈവികമായ സ്പർശനം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ദൈവകരം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കായി ചലിക്കപ്പെടട്ടെ. ആദരങ്ങൾ തുറന്ന്, വായികൾ തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച്, യേശുവേ, അവിടെ തന്നെ തൊടണമേ, അവിടെ തന്നെ സ്പർശിക്കണമേ. അങ്ങയുടെ അത്ഭുതകരം എന്നെ തൊടുവാനിടയാകണമേ. ഒരു സൗഖ്യം എനിക്ക് ആവശ്യമാണ്. ആ ശക്തി എന്റെ മേൽ വ്യാപരിക്കണമേ. ദൈവശക്തി ഇന്ന് എന്റെ മേൽ പകരണമേ. ഞാൻ ചോദിച്ചതിനേക്കായാലും ഞാൻ നനച്ചതിനേക്കായാലും അത്യന്തപരമായി എന്നെ അവിടുന്ന് നടത്തണമേ കർത്താവേ. അവിടുന്ന് അത് ആഗ്രഹിക്കുന്നല്ലോ, അവിടുന്ന് അങ്ങനെ പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നല്ലോ. തന്റെ ദാസന്മാരുടെ ശ്രേയസിൽ, അവരുടെ അനുഗ്രഹത്തിൽ എൻ്റെ ദൈവം സന്തോഷിക്കുന്നല്ലോ. അസൂയാലുക്കൾ അസൂയ കൊണ്ട് അസൂയപ്പെടുന്നു, പക്ഷെ ദൈവം അങ്ങനെയല്ല. അസൂയയില്ലാത്ത ഹൃദയത്തോടെ, എന്നോട് അല്പം പോലും ജലസിയില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുവാൻ, ഒരു അനുഗ്രഹം ഉണ്ടാകുവാൻ, ഒരു വിടുതൽ ഉണ്ടാകുവാൻ, ഞാൻ ഏറ്റവും ശ്രേഷ്ഠകരമായ നിലയിൽ ഈ ഭൂമിയിൽ വാഴ്ച നടത്തുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഞാൻ മനുഷ്യരുടെ മുഖം തെളിയുന്നു എന്ന് നോക്കുകയല്ല, എൻ്റെ അപ്പായുടെ മുഖത്തേക്ക് നോക്കുകയാണ്, എൻ്റെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. എല്ലാ അബ്രഹാമി അനുഗ്രഹങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കുന്നു എന്ന് വായി തുറന്ന് എത്ര പേര് പറയും? അധരങ്ങൾ തുറന്ന് പറഞ്ഞാട്ടെ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതിനാൽ ഞാൻ എല്ലാ അബ്രഹാമി അനുഗ്രഹങ്ങൾക്കും അവകാശിയാണ്. വാ തുറന്ന് പറയുക. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നതിനാൽ എല്ലാ അബ്രഹാമി അനുഗ്രഹങ്ങൾക്കും ഞാൻ അവകാശിയാണ്. അവകാശി സർവത്തിനും യജമാനനാണ്. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ഇവരുടെ മേലുള്ള അവകാശമാണ് ഇവരുടെ സൗഖ്യം, സമാധാനം, വിടുതൽ, ദൈവികമായ സംരക്ഷണം. ഇവയെല്ലാം
ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ ഞായറാഴ്ച പകലിൽ ഉണ്ടാകട്ടെ. ഈ മെസ്സേജ് വീണ്ടും പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ കാണുന്നവരുണ്ട്, അവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരൊരു അത്ഭുതമായിരിക്കട്ടെ. എല്ലാ മേഖലയിലും സ്വർഗം ഇവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം എന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ദൈവ ഇഷ്ടം അറിഞ്ഞ് ജീവിപ്പാൻ. വേറൊരാളുടെ ഇഷ്ടം എന്റെ ഇഷ്ടമാകുകയല്ല, എന്നെ ഇഷ്ടമല്ലാത്തവന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നടപ്പിലാക്കുകയല്ല. ദൈവ ഇഷ്ടത്തിൽ നിൽക്കുവാൻ, ദൈവ ഇഷ്ടത്തിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തരട്ടെ. I bless you in Jesus' almighty name. Amen.